ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2019 റിലീസായ ദി ബോയ്സ് എന്ന ഒരു സൂപ്പർ നാച്ചുറൽ ആക്ഷൻ ത്രില്ലർ സീരീസാണ്. അപ്പോൾ മൊത്തം 4 സീസണുകളാണ് ഇതുവരെ റിലീസായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ബുച്ചറിനെയും അവൻ്റെ വൈഫായ ബെക്കയെയുമാണ്. അവളൊരു ടൂറൊക്കെ പോകുന്നുണ്ട്. അതിനായി ബുച്ചറിനെ വിളിക്കും. അവന് വലിയ താല്പര്യമൊന്നുമില്ലെങ്കിലും അവൾ അവനെ പറഞ്ഞ് സമ്മതിപ്പിക്കും കൂടെ വരാനായി. ശേഷം പ്രസന്റ് കാലം കാണിക്കുന്നു. അവൻ ഡെപ്യൂട്ടി ഓഫീസറായ സൂസന്റെ ഓഫീസിൽ ഉണ്ടാകും. നീ എങ്ങനെ എവിടെ എത്തി എന്നും ചോദിച്ച് സെക്യൂരിറ്റിയെ വിളിക്കാൻ നോക്കുമ്പോൾ അവൻ തടഞ്ഞ് ട്രെയിൻ റേസിന് മുമ്പ് മയക്കുമരുന്ന് ഉപയോഗിച്ചു. അവൻ്റെ ഗേൾഫ്രണ്ടും കോമ്പൗണ്ട് വി എന്നാണ് ഇതിൻ്റെ പേര്. സൂപ്പർ ഹീറോസ് ഉപയോഗിക്കുന്ന ഒരു സ്റ്റെറോയിഡാണിത്. ഇത് പുറത്തറിഞ്ഞാൽ സൂപ്പർ ഹീറോസിൻ്റെ പേര് തന്നെ ഇല്ലാതാവും. അവൾ ഓക്കെ, ഇതിനെതിരെ ആക്ഷൻ എടുക്കാൻ പറ്റുന്ന എന്തേലും തെളിവ് കൊണ്ടുവാ എന്ന് പറയുന്നു. ശേഷം പോപ്ക്ലോനോട് ബുച്ചർ വിളിച്ച് കോമ്പൗണ്ട് വിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അത് ട്രെയിൻ എവിടേക്കാണ് കൊണ്ടുപോയതെന്ന് അവൾക്കറിയുന്നുണ്ടാവില്ല. അവൻ എപ്പോഴും അവളുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു നൂഡിൽസ് ആയിട്ടാണ് വരാറ്. അപ്പോൾ അവൻ അത് നേരെ വല്ല നൂഡിൽസ് ഷോപ്പിലേക്ക് കൊണ്ടുപോയിക്കണോ എന്നാണ് ബുച്ചർ ചോദിക്കുന്നത്. എന്നാൽ അവൾ പറയുന്നൊന്നും വിശ്വസിക്കാത്ത ബുച്ചർ അവൾ കൊന്ന ആ വീടിൻ്റെ ഓണറിൻ്റെ പേരും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. ശേഷം ബാക്കിയുള്ളവർ ഒരു സ്ട്രീറ്റിൽ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ വെച്ച് ഒരു നൂഡിൽസ് വിൽക്കുന്ന പയ്യനെ കാണും. അവൻ്റെ അടുത്ത് തോക്കുള്ളതായും അവർ കാണും. അവനെ അവർ ഫോളോ ചെയ്യുന്നു. അങ്ങനെ നേരെ സൂപ്പർ മാർക്കറ്റിലേക്കായിരിക്കും ചെല്ലുന്നത്. അവിടെ ഒരു പ്രത്യേക വാതിലിലൂടെ അകത്തേക്ക് കയറും. അവിടെ കുറച്ച് പേരുണ്ടാകും. അവരുടെ കണ്ണ് വെട്ടിച്ച് അവിടെയുള്ള ബോക്സ് ഒക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങും, കോമ്പൗണ്ട് വി ഉണ്ടോ എന്ന് നോക്കിയിട്ട്. ആ സമയം ഫ്രഞ്ചി ഒരു കൂട്ടിലായി ഒരു പെണ്ണിരിക്കുന്നതായി കാണും, ഒരു TV ഒക്കെ വെച്ചിട്ട്. അത് മറ്റവരും കാണും. ഫ്രഞ്ചി നമുക്കിവിടെ രക്ഷപ്പെടുത്തിയാലോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ വി അന്വേഷിച്ച് വന്നതാണ്, അല്ലാതെ രക്ഷിക്കാൻ വന്നതല്ല. പക്ഷെ അതൊന്നും കേൾക്കാതെ ഫ്രഞ്ചി അതങ്ങ് തുറന്നു വിടും. പെട്ടെന്ന് തന്നെ അവിടെയുള്ള ആൾക്കാർ വന്ന് ഇവരെ വെടിവെക്കാൻ തുടങ്ങും. ഈ സമയം ഈ പെണ്ണ് വന്ന് എല്ലാത്തിനെയും അടിച്ച് ബ്രൂട്ടലായി കൊല്ലാൻ തുടങ്ങുന്നു. ഒരുത്തൻ അത് കണ്ട് പേടിച്ച് സ്വയം വെടിവെച്ച് ചാവും. എന്നിട്ട് ആ പെണ്ണിൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാനായി അവൾ കിടന്ന കൂട്ടിലേക്ക് അവർ മാറി ആ ഗേറ്റ് അടക്കും. അവൾ അവിടുന്ന് പോകുന്നു. ശേഷം അവിടേക്ക് ബുച്ചർ വരും. ഹ്യൂയിയോട് നീ ഓക്കെ അല്ലേ, ഇതിലും വലുത് വന്നാലും നമുക്കൊന്നുമില്ല എന്ന് പറയും. അവിടുന്ന് വി ഉള്ള സിറിഞ്ച് ബുച്ചറിന് കാണിച്ചു കൊടുക്കും. ട്രെയിൻ എവിടേക്കാണ് അത് എത്തിച്ചത് എന്ന് മനസ്സിലാവും. ഫ്രഞ്ചിയോട് നീ എന്തിനാ അവൾക്ക് തുറന്നു കൊടുത്ത് എന്ന് ചോദിക്കുമ്പോൾ കണ്ടപ്പോൾ പാവം പോലെ തോന്നി. അപ്പോൾ അതല്ല, നീ പ്ലാൻ തെറ്റിച്ചു എന്ന് പറഞ്ഞ് പരസ്പരം വാക്കുതർക്കമാവും. ബുച്ചർ ഇനി ചിലപ്പോൾ ആ വോട്ടും സൂപ്പർ ഹീറോസും ഇവളെ തേടി വന്നേക്കാം, അതിനു മുമ്പ് ആദ്യം ആ പെണ്ണിനെ കണ്ടെത്തണമെന്ന് പറയുന്നു. അപ്പോഴാണ് ഹ്യൂയിയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത്. ബുച്ചർ വന്ന് നോക്കുമ്പോൾ അത് സ്റ്റാർലൈറ്റ് ആയിരിക്കും. അവരൊരു ഡേറ്റിന് പോകാൻ പ്ലാൻ ഉണ്ടാക്കും. ബുച്ചർ നീ ഇതിന് പോകണം, എന്നിട്ട് അവളുടെ ഫോണിലുള്ളത് എല്ലാം ചോർത്തണം, അവൾ പറയുന്നത് മുഴുവൻ ഞങ്ങൾക്കും കേൾക്കണം. അപ്പോൾ അവളൊരു മോശക്കാരിയല്ലെന്ന് പറയുമ്പോൾ അങ്ങനല്ല ഹ്യൂയി, ഈ വോട്ടിലുള്ള എല്ലാ സൂപ്പർ ഹീറോസും ഒരുപോലെയാണെന്ന് പറയുന്നു. ശേഷം മാഡ്ലിന് ഒരു കോള് വരും. എപ്പോഴാ, എത്ര പേർക്ക് ഇത് അറിയാം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. 7 മിനിറ്റിന് മുമ്പ് പാരീസിൽ നിന്ന് ചിക്കാഗോയിലേക്ക് പോകുന്ന ട്രാൻസ് ഓഷ്യാനിക് ഫ്ലൈറ്റ് 37 ആരോ ഹൈജാക്ക് ചെയ്തിട്ടുണ്ട്. ഈ ദൗത്യം ഹോംലാൻഡറിനെയും മേവിനെയും ഏൽപ്പിക്കും. ശേഷം ട്രെയിൻ കോമ്പൗണ്ട് വിയുമായി ആ സൂപ്പർ മാർക്കറ്റിൻ്റെ അവിടേക്ക് വരുമ്പോൾ അവിടെ നിറയെ പോലീസായിരിക്കും. ശേഷം മാഡ്ലിൻ്റെ ഓഫീസിലേക്ക് ഡീപ്പ് വരും. ഇപ്പോൾ സമയമില്ലെന്ന് പറയുമ്പോൾ വേഗം പറഞ്ഞു പൊക്കോളാം, ഞാനൊരു മിഷൻ കണ്ടെത്തി, എനിക്ക് തോന്നുന്നു ഭയങ്കര പ്രധാനപ്പെട്ട ഒന്നാണ്, എനിക്കത് ചെയ്യണമെന്നുണ്ട്. എവിടെയാ മിഷൻ? ഓഷ്യൻ ലാൻഡ് എന്ന് പറയും. അവിടെയുള്ള ഡോൾഫിനുകളെ അബ്യൂസ് ചെയ്യുന്നു, അവയ്ക്ക് ആഹാരവും ലഭിക്കുന്നില്ല, എന്തൊരു കഷ്ടമാണല്ലേ, എനിക്കത് ആളുകളെ അറിയിക്കണമെന്നുണ്ട്. പക്ഷേ അവൾ നിനക്കിപ്പോൾ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ നോക്ക് എന്നും പറഞ്ഞ് കഥ കടക്കും. ശേഷം ട്രെയിൻ പോപ്ക്ലോൻ്റെ അടുത്തേക്ക് വരും. നീ എന്താ ചെയ്ത്? നീ ആരോടാ കോമ്പൗണ്ട് വിയെ പറ്റി പറഞ്ഞത്? നിനക്കല്ലാതെ വേറെ ആർക്കും അത് അറിയില്ല. നോക്ക്, നിനക്കറിയാമല്ലോ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഓ അങ്ങനെയാണോ, അത് ഞാൻ TV-യിലൂടെ കേട്ടു. ഗേൾ ഫ്രണ്ട് ഇല്ലാലേ? അപ്പോൾ അത് അവർ എന്നെക്കൊണ്ട് പറയിപ്പിക്കുന്നതാ. നീ എന്തായാലും ഇവിടുന്ന് മാറുന്നതാ നല്ലത്. എല്ലാം ഹോംലാൻഡർ അറിയുന്നതിന് മുമ്പ് നിന്നെ സേഫായി മാറ്റേണ്ടതായിട്ടുണ്ട്. ശേഷം ഒരു ബ്യൂട്ടി പാർലറിലേക്ക് ആ മറ്റേ പെണ്ണ് വരും. ഇവളുടെ പേര് കിമിക്കോ എന്നാണ്. അവൾ അവിടെയുള്ള ഒരു പെണ്ണിനെ അടിച്ചു കൊല്ലുന്നു. ഇവൾക്കും ഒരു സൂപ്പർ പവർ ഉണ്ട്. ശേഷം ഹ്യൂയും സ്റ്റാർലൈറ്റും ഒരുമിച്ചുണ്ട്. അവിടെ വെച്ച് ഹ്യൂയി ട്രാൻസ്ലൂസന്റിനെ പറ്റി ചോദിക്കുമ്പോൾ അയാൾ എപ്പോഴും ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. കൂടുതൽ സമയവും മകൻ്റെ കൂടെ സമയം ചിലവഴിക്കാനാണ് അയാൾക്കിഷ്ടം. അപ്പോൾ അയാൾക്ക് മകനുണ്ടോ? ഉണ്ട്, പക്ഷേ അയാൾ ഡിവോഴ്സ് ആയതാണ്. മകന് 10 വയസ്സാണ്.
ഇത് കേട്ട ഹ്യൂയിക്ക് വല്ലാത്തൊരു കുറ്റബോധം അയാളെ കൊന്നതിൽ. ശേഷം ആ ഹൈജാക്ക് ചെയ്ത പ്ലെയിനാണ് കാണിക്കുന്നത്. ഒരാളെ കൊന്നിട്ടുമുണ്ട്. എല്ലാവരെയും പേടിപ്പിച്ചിരുത്തിയിരിക്കുകയാണ്. പെട്ടെന്നാണ് അവിടേക്ക് മേവ് എത്തുന്നത്. ഹോംലാൻഡർ ലേസർ ഉപയോഗിച്ച് ഒരുത്തനെ കൊല്ലും. അങ്ങനെ എല്ലാവരെയും കൊല്ലുന്നു. ആരും പേടിക്കണ്ട, എല്ലാം അവസാനിച്ചു, ഫുൾ സേഫാണ്. എല്ലാവരും അവന് വേണ്ടി കൈയടിക്കും. എല്ലാവരും മേവിന് വേണ്ടി ഒന്ന് കൈയടിക്കുമെന്ന് പറയും. അവിടെ പൈലറ്റിൻ്റെ അടുത്തും ഒരുത്തനുണ്ടാകും. അതിലൊരു പൈലറ്റിനെ തട്ടിയിട്ടും ഉണ്ടാവും. ഹോംലാൻഡർ ലേസർ വെക്കുന്നതും ആ പൈലറ്റിനെ അവൻ കൊല്ലുന്നതും ഒരുമിച്ചായിരിക്കും. അങ്ങനെ ഫ്ലൈറ്റ് താഴേക്ക് പൊക്കോണ്ടിരിക്കുന്നു. ഹോംലാൻഡർ പാസഞ്ചേഴ്സിനോട് എല്ലാവരും ശാന്തമായിട്ടിരിക്കണം. മേവ് അവനോട്, നീ ഈ പ്ലെയിൻ നിന്റെ പവർ യൂസ് ചെയ്ത് നിലത്തിറക്കണമെന്ന് പറയുമ്പോൾ എങ്ങനെ? എനിക്ക് നിൽക്കാൻ സ്ഥലമില്ലല്ലോ, വായുവല്ലേ. അത് കലക്കി, ആരും പേടിക്കണ്ട, ഒരു കുഴപ്പമില്ലെന്ന് പറയും അവൾ. എങ്കിൽ നീ ഓരോരുത്തരെയായി താഴേക്ക് ഇറക്കണം. എന്ത്, 123 പേരെ അത്രയും വട്ടം ഇറക്കണമെന്നാണോ? ഇനിയൊന്നും ചെയ്യാനില്ലെന്ന് പറയും. പതിയെ അവർക്ക് മനസ്സിലാവും ഹോംലാൻഡർ പതുക്കെ സ്കൂട്ടാവാനുള്ള പരിപാടിയാണെന്ന്. അങ്ങനെ കാര്യങ്ങൾ വഷളാവും. മേവ്, ഈ 2 പേരെങ്കിലും രക്ഷിക്കുമെന്ന് പറയൂ. എന്നിട്ട് എന്തിനാ ബാക്കിയുള്ളവരെ നമ്മൾ കൊലക്ക് കൊടുത്തെന്ന് അവർ പറയാനാണോ? ആരും ഇങ്ങോട്ട് വരണ്ട, ലേസർ ഉപയോഗിച്ച് കൊന്നുകളയും. അങ്ങനെ മേവിനും വേറെ വഴിയില്ലാതെ അവിടുന്ന് പോകേണ്ടി വരുന്നു. അതിലുള്ളവർ എല്ലാം മരണപ്പെടുന്നു. ശേഷം ആ ബ്യൂട്ടി പാർലറിലേക്ക് പോലീസുകാരും ബുച്ചറും എല്ലാം വരും. അവിടെയുള്ള സ്റ്റാഫിനോട് ആ പെൺകുട്ടിയെ മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ 1 വർഷം മുമ്പ് കണ്ടിട്ടുണ്ടെന്ന ഓർമ്മ എന്ന് പറയുന്നു. എന്നിട്ട് അവർ കിമിക്കോയെ കണ്ടെത്താനുള്ള അന്വേഷണം ആരംഭിക്കും. അതിനിടയിൽ ആ ഫ്ലൈറ്റ് ക്രാഷ് ആയെന്നും അത് തിരച്ചിലാണെന്നൊക്കെ ന്യൂസിൽ വരും. അവിടെ ഫ്രഞ്ചി നേരത്തെ കിമിക്കോ കൂട്ടിലുണ്ടായിരുന്ന സമയത്ത് അവൾ TV-യിൽ കണ്ടുകൊണ്ടിരുന്ന പാട്ട് അവൻ വേറൊരു കടയിലുള്ളതായി കാണും. അത് കണ്ട് അവൻ ആ സ്റ്റോറിലേക്ക് ചെല്ലും. ബുച്ചറിനോട് ആ കടയിലേക്ക് വരാനായി ഒരു മെസ്സേജും അയക്കും. പെട്ടെന്ന് അവിടെയുള്ള ടേബിളിൻ്റെ അടിയിലായി അവളെ കാണും. ഏയ് ഇല്ല, പേടിക്കണ്ട, ഞാൻ ഉപദ്രവിക്കാൻ വന്നതല്ല. എനിക്കറിയാം നിനക്ക് നിന്റെ വീട്ടിൽ പോകണമെന്ന്. അതിനായി ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞ് കൈ കൊടുക്കാൻ നേരം പെട്ടെന്ന് ആരോ ചാനൽ മാറ്റും. ഇത് ശ്രദ്ധിച്ച അവൾ പേടിച്ച് അവിടുന്ന് ഓടിപ്പോകുന്നു. ഫ്രഞ്ചിയും പിന്നാലെ ചെല്ലും. പക്ഷെ അവൻ്റെ കണ്ണ് വെട്ടിച്ച് അവൾ പോയിട്ടുണ്ടാകും. ബുച്ചർ, നീ അവളെ കണ്ടോ? കണ്ടു, പക്ഷെ ഇപ്പോൾ കാണാനില്ലെന്ന് പറയുന്നു. ശേഷം ഹ്യൂയി അവൾ വാഷ്റൂമിലേക്ക് പോയ സമയം ഒരു ഡിവൈസ് യൂസ് ചെയ്ത് അവളുടെ ഫോണിലുള്ളതൊക്കെ ചോർത്തുന്നു. എന്നിട്ട് ഫ്രഞ്ചിയെ വഴക്ക് പറയുന്നുണ്ട്. നീ പ്ലാൻ അനുസരിച്ചല്ല പോകുന്നത്, എല്ലാം നിന്റെ ഇഷ്ടത്തിനാ. നമ്മൾ പ്രൊഫഷണൽസ് ആണ്, അപ്പോൾ പരസ്പരം സഹകരിച്ച് വേണം മുമ്പോട്ട് പോകാൻ. ആ ഹ്യൂയി കാര്യം ഒരു പൊട്ടനാണെങ്കിലും നിന്നേക്കാളും പ്രൊഫഷണലാണ് അവൻ. അവിടെ വെച്ച് പിന്നെ അവരാവും അടി. പെട്ടെന്ന് ബുച്ചർ വന്ന് പിടിച്ചു മാറ്റും 2 എണ്ണത്തിനെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പെണ്ണിൻ്റെ പേരും പറഞ്ഞ് തല്ലുകൂടാം, പക്ഷേ ഇപ്പോൾ ഒരുമിച്ച് നിൽക്കുക എന്നതാണ് ചെയ്യാൻ പറ്റിയ കാര്യമെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ശേഷം ഡീപ്പ് ഒരു ഡോൾഫിനെ കടത്തിക്കൊണ്ടുവരികയാണ്. പിന്നാലെ പോലീസും ഉണ്ട്. അവർ വട്ടം വെക്കുമ്പോൾ പെട്ടെന്ന് അവൻ ബ്രേക്ക് ചവിട്ടും. അതിൽ ആ ഡോൾഫിൻ തെറിച്ച് പുറത്തേക്ക് ചാടുന്നു. ആ നേരത്ത് തന്നെ ഒരു ട്രക്ക് വന്ന് അതിൻ്റെ മുകളിലൂടെ കയറി ഇറങ്ങും. ഇത് കണ്ട് ഡീപ്പിൻ്റെ കിളി പോകും. ശേഷം കിമിക്കോ ബുച്ചറിൻ്റെയും ടീമിൻ്റെയും മുമ്പിൽ ചെന്ന് പെടും. അവളെ അവർ ഫോളോ ചെയ്യും. അവളൊരു റെയിൽവേ ട്രാക്കിലൂടെ ഓടുന്ന സമയത്ത് പെട്ടെന്ന് ട്രെയിൻ വന്ന് അവളെ കൊണ്ടുപോകുന്നു. പെട്ടെന്ന് അവൾ അവൻ്റെ കണ്ണിനിട്ട് കുത്തും. ഇവളുടെ സൂപ്പർ പവർ എന്തെന്നാൽ ഭയങ്കര സ്ട്രെങ്ത് ആണ്. പിന്നെ മരണമില്ല. ശരീരം 2ആയി പിളർന്നാലും വീണ്ടും പഴയ പോലെ ആവും, ഡെഡ്പൂളിനെ പോലെ. അവളെ അടിക്കുന്നത് ഇവർ കാണും. ബുച്ചർ, ഇനി അവളെ നോക്കണ്ട, അവൾ തീർന്നു എന്ന് പറയും. പക്ഷെ ഫ്രഞ്ചി അവിടെ ട്രെയിൻ നിൽക്കുന്നു എന്ന് പറഞ്ഞ് ആളെ കൂട്ടും. ട്രെയിൻ അവിടേക്ക് ചെല്ലുന്നു. ഈ ഗ്യാപ്പിൽ അവൾ രക്ഷപ്പെടും. അവസാനം അവരുടെ മുമ്പിൽ തന്നെ പെടുന്നു അവൾ. ഫ്രഞ്ചി ഞാൻ അവളോട് സംസാരിക്കാമെന്ന് പറഞ്ഞ് അടുത്തേക്ക് ചെല്ലും. പെട്ടെന്ന് അവനെ ആക്രമിക്കാൻ നോക്കും. ബുച്ചർ ഒരു ഗ്യാസ് മണപ്പിച്ച് അവളുടെ ബോധം കളയുന്നു. കൂട്ടത്തിൽ ഫ്രഞ്ചിയുടെ ബോധവും പോകും. ശേഷം ആ ഫ്ലൈറ്റിൻ്റെ ഓരോ പാർട്സും പോലീസ് കണ്ടെത്തുന്നു. അവിടെ ഒന്നും അറിയാത്ത പോലെ ഹോംലാൻഡറും ഉണ്ടാകും. എന്നിട്ട് മീഡിയാസിൻ്റെ മുമ്പിൽ സെൻറ്റി അടിച്ച് ഒടുക്കത്തെ അഭിനയം. ഇതൊക്കെ കണ്ടിട്ട് മേവിന് ദേഷ്യമായിരിക്കും വരുന്നത്. അങ്ങനെ അതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.